വെൽക്കം ബാക്ക് ഗൈസ്. ഞാനാണ് സേവിയർ, വെറും സേവിയർ കേട്ടോ. അപ്പം ഞാനിന്നൊരു കിഡ്നാപ്പറാണ്, ഒമിനി കിഡ്നാപ്പർ. അപ്പം എന്തായാലും നമ്മുടെ ഒമിനി വാനാട്ടോ എന്തായാലും ഇരിക്കണേ. അപ്പം എന്തായാലും ഇവിടെ ട്രെയിൻ വരാൻ പോകട്ടോ. എന്തായാലും വേഗം ഇവിടുന്ന് ഉണ്ടല്ലോ നമ്മളിവിടെ മറ്റേ ജുറാസിക് പാർക്കിൻ്റെ ഇവിടെ നമ്മളിവിടെ കാണാം. അപ്പം അതിൽ പറയാൻ വേണ്ടി കേട്ടോ, ആരെങ്കിലും കേട്ടാലോ. അപ്പം എന്തായാലും ചുമയാട്ടോ, എന്തായാലും പനിയായ വേണ്ട. അപ്പം എന്തായാലും നമുക്കൊരാൾക്കാരൊക്കെ തട്ടണം. അവരുടെ ബോഡി പാർട്സൊക്കെ ഉണ്ടല്ലോ, നമുക്കാണെങ്കിലോ ഒരു നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരു റീനു എന്ന് പറയുന്ന എൻ്റെ ഒരു ചേച്ചിയുടെ കൂട്ടുകാരി കേട്ടോ. ചേട്ടാ എന്തായാലും ആണെങ്കിൽ എന്നോട്ടെങ്കിലും പോകണം. ഇതിപ്പോൾ ഇതാണെങ്കിൽ രാത്രിയിലുള്ള ബസ്സാണ്, ചേട്ടന് വെറുതെ നടക്കണ്ടല്ലോ, അതുകൊണ്ട് എന്നാൽ കയറിക്കോട്ടെ. കയറിക്കോ ചേട്ടാ. അല്ല ചേട്ടൻ എന്നോട്ടേക്കാണ് പോകണ്ടേ? എനിക്ക് പറയേണ്ട ഒരു ഒരു താറും കൊണ്ട് നടക്കുന്ന ഒരു ഫ്രാങ്ക്ലിൻ അവന് ഒരു കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഒരു ആളാണെങ്കിൽ എന്തോ ആണെങ്കിൽ ആരെയും കണ്ട് എന്നെ കൊല്ലാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ എന്നെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം കണ്ട് ആരെന്നെ ഭീഷണിപ്പെടുത്തി കണ്ട് അവനൊരു പണി കൊടുക്കാൻ വേണ്ടിയാണ്. എനിക്ക് വയസ്സാം കാലത്തൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മോനെ, അതുകൊണ്ടല്ലേ. അപ്പം എന്തായാലും മോൻ വേഗം വിട്ടോ, അവൻ്റെ അടുത്ത് നീ വിടണം. അല്ല മോനെ, ഇത് ഫ്രാങ്കിളിൻ്റെ വീട്ടിലേക്കുള്ള വഴിയല്ല. ഒരാളെനിക്ക് വഴി പറഞ്ഞ് തന്നായിരുന്നു, പക്ഷെ ഞാൻ കേട്ടത് വേറെയായിരുന്നു എന്നാണ് തോന്നുന്നത്. മോനെ എന്ന് വേറെ എന്നോട്ടെങ്കിലും ഈ വഴിയല്ല മോനെ. അല്ല ചേട്ടനെ എനിക്ക് വഴി അറിയാം. ചേട്ടന് വഴിയായിരിക്കാം, പക്ഷേ ഞാൻ ചേട്ടനെ പലോത്തോട്ട് കൊണ്ടുപോകാം. എനിക്ക് ഫ്രാങ്കിളിൻ്റെ വീടിൻ്റെ വഴി അറിഞ്ഞുകൂടാ, പക്ഷേ ഞാൻ ചേട്ടനെ പലോത്തേക്ക് കൊണ്ടുപോകും. എന്നോട്ട് മോനെ വെറുതെ വേടില്ലല്ലോ, ഒന്ന് പോടെ അവിടുന്ന്. ഇയാളവിടുന്ന് എല്ലാം കിളയ്ക്കാൻ വേണ്ടി കാണാം. അപ്പം എന്തായാലും നമ്മുടെ ഒമിനി എനിക്ക് എന്തായാലും ഉണ്ടല്ലോ വേറെ സ്ഥലത്തോ ബാക്കിൽ കൊണ്ടുപോയിട്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും സംശയിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഇട്ടാലേ ഭയങ്കര പണി കിട്ടും ഗൈസ്. അപ്പം അതിൽ പുറകെ ഇട്ടുണ്ട് അവൻ്റെ ചോര വീണിട്ടുണ്ട് ഗൈസ്. എന്നെ മണമെന്ന് പറഞ്ഞൂടാ. ഇതെന്തായാലും ക്ലീൻ ആക്കണം. അപ്പോൾ എന്തായാലും നാളെ ആണെങ്കിൽ എനിക്ക് ആവട്ടെ, അന്നേരത്തിനാണെങ്കിൽ നമുക്കൊന്ന് കിടക്കാട്ടെ. എന്തായാലും നല്ല ക്ഷീണമാണ്. ഓക്കെ ഗൈസ്, നമ്മളാണെങ്കിൽ രാവിലെ ആയിട്ടാണ് കേട്ടോ. എന്തായാലും നമുക്കാണെങ്കിൽ എനിക്ക് DSP കത്രീനേക്കാളും പിടിക്കുമെന്ന് എനിക്കൊരു പേടി. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കുളിക്കാം. ആരും അറിയില്ലായിരിക്കും. എന്തായാലും ആണെങ്കിൽ ഇവിടെ ക്യാമറ ഒന്നും ഇല്ലല്ലോ, മറ്റേ വേറെ സ്ഥലത്തേക്ക് ഈ ബീച്ചിൻ്റെ അവിടെ ആയിട്ട് ക്യാമറ ഒന്നും ഇല്ല ഗൈസ്. അവിടുന്ന് ഞാൻ മൂടിയാട്ടോ എന്തായാലും. അപ്പം എന്തായാലും നമ്മൾ കുളിച്ചിട്ട് എന്തായാലും ചോരയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ചോരം വെച്ച് കുളിച്ചു. അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് കണ്ടിരുന്നെങ്കിലുണ്ടല്ലോ, ആരും കണ്ടില്ല. നമുക്ക് എന്തായാലും അവൻ്റെ ആണെങ്കിൽ ഞാൻ ഇപ്പോൾ രാവിലെ പോയി നോക്കാം. എന്തായാലും ഇവിടെ ആയിട്ടൊരു മറ്റാണെങ്കിൽ ഒരു ഇല്ലട്ടോ എന്തായാലും. അപ്പം എന്തായാലും അവൻ്റെ ബോഡി പാർട്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് പതിയെ പോകട്ടോ എന്തായാലും. അപ്പോൾ എന്തായാലും ആണെങ്കിൽ എനിക്ക് ആൾക്കാരൊന്നും കണ്ടിട്ടില്ല കേട്ടോ എന്തായാലും. അപ്പോൾ എന്തായാലും നമുക്കാണെങ്കിൽ ഈ ബാഗ് എടുത്തുകൊണ്ട് നമുക്കാണെങ്കിൽ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം എന്തായാലും. ഡ്രസ്സ് മാറ്റിയിട്ട് പോവാം എന്തായാലും. ഒക്കെ എന്തായാലും നമ്മൾ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ബാഗാണെങ്കിൽ എനിക്ക് വണ്ടിയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആണെങ്കിൽ നമുക്കാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ് കമൻറ്റ് ചെയ്യണം ഗൈസ്, പ്ലീസ്. അപ്പോൾ എന്തായാലും നമ്മുടെ എനിക്ക് കത്രീനയുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ എന്തായാലും എൻ്റെ ചേച്ചിയുടെ കൂട്ടുകാരി കേട്ടോ. എന്തായാലും എനിക്ക് നേരത്തെ തൊട്ട് അറിയാവുന്ന കേട്ടോ. അപ്പോൾ അവൾ ഇവിടെ എവിടെയും കണ്ടിട്ട് പറയണേ, ഇവളിതുവരെ വരാത്ത തന്നെ. ഇവളാണെങ്കിൽ മുകളിലായിട്ടാണെന്നാണ് പറയണ കേട്ടെ, ലിഫ്റ്റിൽ നിന്ന് വരുമെന്നാണ് പറയണ കേട്ടെ. താഴേക്ക് ലിഫ്റ്റ് ഉണ്ട് കേട്ടോ. എന്തായാലും ഇവളിതുവരെ വന്നില്ല, അതൊന്ന് എടുക്കട്ടെ എന്തായാലും. അപ്പോൾ എന്തായാലും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവളിതുവരെ വരാത്ത തന്നെ അടി. ഇവളാണെങ്കിൽ എനിക്ക് ഇത്ര നേരം ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എടി ഒന്ന് താഴേക്ക് ഇറങ്ങി വാടി. ഇപ്പോൾ വരാടാ. എന്താ തരൂ? ഇതാട്ടോ. നിനക്ക് നല്ല ഭാഗ്യമുണ്ടല്ലോടാ, നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും നല്ല ആളല്ലേ. ഒന്ന് പോ ചേച്ചി ചേട്ടൻ, ഞാനെന്നെ ചെയ്യണേ. അപ്പം എന്തായാലും ഞാൻ എനിക്ക് പൈസ GPay ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാരും അറിയില്ല കേട്ടോ. നമ്മൾ തമ്മിലുള്ള ഡീലാണ്, ചേച്ചിയൊന്നും അറിയാൻ പാടില്ല കേട്ടോ. ശരി. അപ്പോൾ എന്തായാലും അവളെനിക്ക് പൈസ അയച്ചു തന്നിട്ടുണ്ട്. ഈ പൈസ വെച്ച് എനിക്ക് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കണം. എൻ്റെ ചേച്ചീനെയൊക്കെ ഒന്ന് നോക്കണം എന്തായാലും. അപ്പോൾ എന്തായാലും എൻ്റെ ചേച്ചിയുടെ ഫീസൊക്കെ അടക്കണം. അതുകൊണ്ടാണെങ്കിൽ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനിട്ട് മാർക്കറ്റിൽ പോയിട്ട് ചില സാധനങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇനിയും കുറേ ആൾക്കാർ തട്ടാണ് കേട്ടോ. ഇപ്പോഴല്ലേ രാത്രിയിലേറ്റവും സുഖമുള്ളൂ. രാത്രിയിലൊക്കെ എത്രമാർ കറങ്ങി നടപ്പുണ്ടെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും നമ്മുടെ ഫ്രാങ്ക്ലിൻ നമ്മുടെ കൂട്ടുകാരനാട്ടോ. അവനെന്തായാലും ആണെങ്കിൽ എനിക്ക് അവിടെ ആയിട്ടാണെന്നാണ് പറയണ കേട്ടെ. അപ്പം എന്തായാലും നമുക്കാണെങ്കിൽ ഉണ്ടല്ലോ എന്തായാലും ആണെങ്കിൽ ഒന്നും വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. നമുക്കൊന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാനൊന്നും സുഖമില്ല. അപ്പം എന്തായാലും ഇവിടെ ആണെങ്കിൽ ന്യൂസ് വെച്ച് നോക്കാം എന്തായാലും. എന്താണെന്ന് പറഞ്ഞാൽ
ബ്രേക്കിംഗ് ന്യൂസ്. ഈ ഒമിനി വണ്ടി നടക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഒരു കിഡ്നാപ്പറാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇയാളെ കണ്ടുപിടിക്കുകയാണെങ്കിൽ 12,000 കോടി കിട്ടണമായിരിക്കും അവരുടെ കുടുംബത്തിന്. അപ്പോൾ എന്തായാലും നിങ്ങളാണെങ്കിൽ ഈ വണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ ആണെങ്കിൽ ക്യാമറയിലൂടെ പിഴിഞ്ഞതാണ്. അപ്പോൾ എന്തായാലും വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവരും ഈ 12 കോടി കിട്ടണമായിരിക്കും. അപ്പോൾ എന്തായാലും ഈ വണ്ടി ആരൊക്കെ തട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഇന്നലെ രാത്രി 10 മണിക്കായിട്ടാണ് ഈ വണ്ടി പോയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതാണെങ്കിൽ കണ്ടിട്ടുള്ള ഈ വണ്ടി കണ്ടിട്ടുള്ള ഈ ഗ്ലാസ് കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും പെയിൻറ്റ് അടിച്ച് വെച്ചേക്കണമെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് ചിലവർ പറഞ്ഞിട്ടുണ്ട് ഈ ഒമിനി വണ്ടിയാണെങ്കിൽ നടക്കണുണ്ട്. അന്നത്തേരാണെങ്കിൽ എനിക്ക് ആൾക്കാരൊക്കെ പറയണ കേട്ടു എൻ്റെ അത് ആളെ കാണാൻ പറ്റിയില്ലെന്ന്. അപ്പോൾ എന്തായാലും നിങ്ങളാണെങ്കിൽ ഒന്ന് കണ്ടാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും പറഞ്ഞാൽ 12,000 കോടി കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ കയ്യും കാലും മറിക്കണം. ഗൈസ്, ഞാൻ പെയിൻറ്റ് ചെയ്ത് വെച്ചോണ്ട് എന്തായാലും പറ്റിയില്ല കേട്ടോ. എൻ്റെ കയ്യും കാലും വിറച്ചിട്ട് വയ്യ. എനിക്ക് ഒന്നാമത് പേടിയായിരുന്നു. DSP കത്രീനെ പിടിക്കുമോ? എനിക്ക് ഒന്നാമത് പേടിയായിരുന്നു. അവിടെ എല്ലാവരും കണ്ടല്ലോ. ഭാഗ്യം ആ പെയിൻറ്റ് അടിച്ച് വെച്ചോണ്ടാണ് നന്നായി. അല്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ ജയിലിലായിരുന്നു. എൻ്റെ അമ്മോ, എൻ്റെ കാല് വിറയ്ക്കുക ഇങ്ങനെ കിടന്ന്. ഇവിടെ ഒന്നും ക്യാമറ ഇല്ലല്ലോ അല്ലേ? എൻ്റെ അമ്മേ, എൻ്റെ പടച്ചുവരപ്പേ. നമ്മളാണെങ്കിൽ എന്തെങ്കിലും ഒന്നാണ്. എൻ്റെ ചേച്ചിക്ക് നാണക്കേടുണ്ടാവില്ലെല്ലാം. എനിക്കൊരു ആശ്വാസം പോലും ഇനി ഉണ്ടാവില്ല. നമുക്കെന്തായാലും ഈ വണ്ടി എടുത്ത് നടക്കാട്ടെ. എന്തായാലും ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ആരും നമ്മളെ സംശയിക്കില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഗ്ലാസും പെയിൻ്റ് അടിച്ചുകൊണ്ട് എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എൻ്റെ കയ്യും കാലും വെച്ചിട്ട് വയ്യായിരുന്നു. ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞായിരുന്നു എന്തായാലും ഇനി വേണ്ടെന്ന്. ഇതൊക്കെ വെച്ചാൽ പൈസ കിട്ടുമെന്ന് പറഞ്ഞോണ്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും എൻ്റെ കയ്യിൽ വയ്ക്കുക ഗൈസ്. അപ്പോൾ നമ്മളാണ് പോലീസ് ഓഫീസർ. ഇവിടെ നമ്മുടെ ആണെങ്കിൽ ഒരു കിഡ്നാപ്പറാണെങ്കിൽ ഇവിടെ നടക്കണുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്കാണെങ്കിൽ എനിക്ക് അവരെ പിടിക്കണം ഗൈസ്. അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ എന്തായാലും DSP കത്രീന മാഡം വന്നാണ്ടല്ലോ, അവളെ കിടന്ന ഒരു ഒറ്റ അടിയായിരിക്കും. നോക്കിക്കോ. എന്തായാലും എനിക്ക് ചോദിക്കും. ഞാൻ വിറച്ചു പോയിട്ട് ഇന്ന് ന്യൂസ് കണ്ടിട്ട്. എന്തായാലും DSP കത്രീന വരട്ടെ. അപ്പോൾ എന്തായാലും അവൾ കിടന്നാണെങ്കിൽ ചെയ്യും. അപ്പോൾ എന്തായാലും മാഡം എന്തായാലും എല്ലാം നോക്കിക്കോളും. ഞാനിവിടുത്തെ സെക്യൂരിറ്റി ഗാർഡായിട്ട് തനിച്ച് നിൽക്കണമല്ലോ, ഒരാൾ പോലും ഇല്ലല്ലോ. ഇവിടെ ഇപ്പോൾ ആരും ജയിലിലില്ല. അവിടെ ആയിട്ടൊന്ന് നടക്കണം. എന്തായാലും രാത്രി ആവണ വരെ നമുക്ക് കാത്തിരിക്കണം. രാത്രിയിലാണെങ്കിൽ കുറേ പേര് ഇവിടെ വന്ന് നിൽക്കും. അപ്പോൾ എന്തായാലും മുകളിലൊക്കെ ആണെങ്കിൽ എനിക്ക് ഇവിടെ ജില്ലൊക്കെ ഉണ്ട് കേട്ടോ. മുകളിലൊക്കെ നിൽക്കണുണ്ട്. നമ്മുടെ ഈ മറ്റേ ഒരുപാട് ദൂരത്തുനിന്ന് കാണാൻ പറ്റുകയാണെങ്കിൽ മറ്റേ ഒരു സാധനമാണെങ്കിൽ വെച്ചാണെങ്കിൽ ഇങ്ങനെ നോക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും വേറെ പണിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഇതേ പോലീസുകാർ നിൽക്കണം. ആറത് വാള എൻ്റെ അടുത്ത്. സാറിനാണെങ്കിൽ ഒരു ഒമിനി കിഡ്നാപ്പർ അതാരാ? ഞാനാടോ? നീയോ? മതേടോ കിടന്ന് കിളയ്ക്കാണ്ടിരിക്കടോ. ഇപ്പം ഞാൻ ശരിയായി തരൂടോ. നീയാണെങ്കിൽ എന്നെയാണ് ഞാൻ വേണ്ടിയാണ്. നീയാണല്ലേ അപ്പോൾ കിഡ്നാപ്പർ. മനസ്സിലായടാ, എനിക്കെല്ലാം മനസ്സിലായി. നീയായിരുന്നെങ്കിൽ അറിഞ്ഞായിരുന്നേ. എനിക്കറിയാടാ നീ തന്നെയാന്ന്. അപ്പം എന്തായാലും നിന്നെ ജയിലിൽ പിടിച്ചിടും കത്രീന മാഡം. പിന്നെ കത്രീന അവളെന്നാ വലിയ കാണിക്കണം അറിഞ്ഞൂടാ. എന്നോട് കളിക്കാൻ സേവിയറെ നിനക്ക് നല്ലത് കിട്ടൂട്ടോ. നിന്നെ ആ ജയിലിൽ പിടിച്ചിടും എന്തായാലും. പിന്നെ വലിയ ഉണ്ടാക്കാൻ നിൽക്കാൻ നിൻ്റെ കത്രീന മാഡത്തോട് പേരൊക്കെ നീ പോയി പട്ടിപ്പൂരികളോട് മോളേന്ന്. അയ്യോ, നീ ഇവിടെ വെടി വെക്കണം. എൻ്റെ അമ്മേ, നമുക്ക് ഇവിടുന്ന് വേഗം രക്ഷപ്പെടാം കേട്ടോ. അയ്യോ ചേട്ടന് ബോംബെന്ന് പറഞ്ഞ ഒരു സാധനം കണ്ടിട്ടുണ്ടോ? ചേട്ടനെ ഒരു സാധനം കാണിച്ചു തരാം. അയ്യോ അവിടെ കാട്ടിപ്പോയി കിടക്കും. അല്ല പിന്നെ എന്നോട് കളിക്കാൻ നിൽക്കണ പൊട്ടൻ. എന്നോട് കളിക്കുന്ന ഈ നമ്മളോടൊക്കെ എൻ്റെ അമ്മേ അമ്മച്ചി പടച്ചേർപ്പേ ഇതല്ലേ ഏക്കെന്തേലും. എൻ്റെ അമ്മേ, എൻ്റെ നടുകുണിഞ്ഞേ. അയ്യോ എന്നാന്ന് പറയാൻ വെച്ചാൽ ഒരു കാര്യമില്ലായിരുന്നു. അയാൾ വെറുതെ ഓണിക്കാൻ വേണ്ടു. എൻ്റെ നടുപൊളിക്ക് ഗൈസ്. എൻ്റെ അമ്മോ, എൻ്റെ അമ്മേ, എൻ്റെ നടുപൊടിക്കേ. അയ്യോ, എൻ്റെ കാല് പൊടിക്കേ ദൈവമേ. എൻ്റെ അമ്മേ ഗൈസ്. അപ്പം എന്തായാലും ഉണ്ടല്ലോ, എൻ്റെ നടുപൊളിക്കിട്ട് എന്തായാലും ഇനി ആർക്കും നമ്മളെ തൊടാൻ പറ്റില്ല കേട്ടോ. അയാളെയും കൂടെ കൊന്നു എന്തായാലും.
അപ്പം എന്തായാലും ഈ രാത്രിയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇനി ആൾക്കാരെ തട്ടിപ്പറക്കണം. അപ്പം എന്തായാലും അമ്മേ ഊഫ് ഇത് എത്രാമത്തെ പ്രാവശ്യമാണ്. അപ്പം ഞാനാണ് കത്രീന മാഡം. അപ്പം എന്തായാലാണെങ്കിൽ എനിക്ക് എന്തായാലും എടുക്കണം. മാഡം എന്നെ രക്ഷിക്കണേ. എന്താടോ എന്താന്ന് പറയൂ. ഇവിടെ ഒരാളാണെങ്കിൽ എനിക്കൊരു ഒരു ഉടുപ്പിട്ടാണെങ്കിൽ ഒരു ഉടുപ്പിട്ട ആളും കണ്ട് വന്നായിരുന്നു. എന്നിട്ട് മറ്റാണെങ്കിൽ ഒരാളെ കൊന്നിട്ട് പോയി. ആണോ? ഞങ്ങളെല്ലാവരും നോക്കുമ്പോഴാണെങ്കിൽ അയാളെ പിടിച്ച് ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. അയാൾ മരിച്ചു മാഡം. എന്തെന്ന്? മരിച്ചെന്നോ? മരിച്ചു പോയി. അയാൾ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ആരാന്ന് കണ്ടുപിടിച്ച തന്നെ. ഇയാളെ ഞാൻ വെറുതെ വിടില്ല. ഈ ക്യാമറ നോക്കി CCTV ക്യാമറകൾ അതൊന്നും കാണാൻ പറ്റിയില്ല മാഡം. സോറി അറിയാതെ പറ്റിയതാ. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വന്ന് നോക്കാൻ പറ്റിയായിരുന്നേ. ഇയാളൊക്കെ എവിടെ നിന്ന് നോക്കിയിരിക്കാനോട് വീട്ടിൽ പോയിട്ട് 2.5 ലക്ഷം ഒന്ന് ഉണ്ണാൻ വേണ്ടി പോയിട്ടാണ് ഇത്രയും സമയം. എൻ്റെ സോറി മാഡം. സോറി. ഇനി എന്നാ ചെയ്യാനാ ഉള്ളത്? ഇനി അവനെ പിടിക്കണം. ആരായാലും ഞാൻ എന്തായാലും ചെയ്യും. ഓമിനി കിഡ്നാപ്പർ അവനെ പിടിച്ചാലല്ലേ എനിക്ക് സ്റ്റാർ കിട്ടുള്ളൂ. എൻ്റെ യൂണിഫോം എനിക്ക് തിരിച്ചു കിട്ടണം. നീയാണെങ്കിൽ കാരണം എനിക്കും എല്ലാത്തിനും കാരണം. സോറി മാഡം അറിയാൻ പറ്റിയതാ. ചാരി അവൻ്റെ അവരുടെ ചാരി അല്ലേ. പിന്നെ മാഡം തെറ്റിദ്ധരിക്കില്ലേ പ്ലീസ്. തെറ്റിദ്ധരിക്കാൻ നിന്നെയൊക്കെ തെറ്റിദ്ധരിക്കണ്ട. നിന്നെയൊക്കെ ഉണ്ടല്ലോ പോലീസ് പിടിച്ച് പറയണില്ല എൻ്റെ മുമ്പിൽ ഇരുന്ന്. ഞാൻ ഉള്ള കാര്യം കിടന്ന് പറയണില്ല. ആ ഫ്രാങ്കിലിൻ്റെ അവിടെ ഫ്രാങ്കിലിനാണോ? ഈ ഫ്രാങ്കിലൊന്നും അല്ല. ഫ്രാങ്കിലാണെങ്കിൽ നല്ലവനായില്ലേ ഇനി. ഫ്രാങ്കിലൊന്നും അറിയിക്കും മാഡം. ഫ്രാങ്കിലിനെ അറിയിക്കാൻ എന്തായാലും ഒന്ന് വിളിച്ചു ചോദിക്കണം. എന്തായാലും ഞാൻ വിളിച്ചു ചോദിച്ചായിരുന്നു അവൻ്റെ അടുത്ത് അവൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും ആണോ എന്ന്. അപ്പോൾ അവൻ പറഞ്ഞാൽ അല്ലെന്ന്. അപ്പോൾ അല്ലെങ്കിൽ എല്ലായിടത്തും ചോദിച്ചേട്ടാ എന്തായാലും. അപ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നല്ലോ ഏതാണ്ട് സേവിയറോ. അവനോട് ചോദിച്ചായിരുന്നോ? അവനോട് ചോദിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. അവൻ്റെ വീട് എവിടെ ഏട്ടാ? അവൻ്റെ വീട് കുറച്ച് ദൂരത്തായിട്ടാ മാഡം. ഇപ്പം എന്തായാലാണെങ്കിൽ എല്ലാം കിഡ്നാപ്പർ എന്തായാലും കണ്ടുപിടിച്ചു. എന്തായാലാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഗൈസ് ഇവിടെ എന്തായാലും ചോരപ്പാടൊക്കെ. എന്തായാലും കുഴപ്പമില്ല. അയാളെ കൊന്നതിൻ്റെ ആണെങ്കിൽ വല്ല ബ്ലഡ് വല്ല വീണായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരോടും അറിയിക്കാൻ പോകട്ടെ എന്തായാലും. അപ്പോൾ എന്തായാലും നമുക്കാണെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കട്ടെ എന്തായാലും. അപ്പോൾ എന്തായാലാണെങ്കിൽ നമുക്ക് വേറെ പണിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലാണെങ്കിൽ എനിക്ക് എന്തായാലും വേറെ പ്രത്യേകിച്ച് പണിയില്ല. നമ്മുടെ വണ്ടിയാണെങ്കിൽ പാർക്ക് ചെയ്തേക്കോട്ടെ എന്തായാലും. അപ്പോൾ എന്തായാലും നമുക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. അയാളെ കൊണ്ട് തോറ്റി എനിക്ക് എന്തായാലും എൻ്റെ യൂണിഫോം തിരിച്ചു വേണം. പിന്നെ എനിക്കൊരു അവാർഡും കിട്ടണം. എന്തായാലും കുറച്ച് നേരം മുകളിൽ പോയി കുറച്ച് നേരം കിടന്നുറങ്ങാം. ഈ സ്റ്റെപ്പേ കയറാൻ തന്നെ ഭയങ്കര പേടിയാണ് എനിക്കൊന്നാതെ. ഇതുപോലത്തെ വലിയ വീടൊന്നും വേണ്ടെന്ന് എൻ്റെ ചേട്ടനോട് പറഞ്ഞായിരുന്നു. ഒന്നത്തേനും കേൾക്കില്ല എൻ്റെ അമ്മോ. അപ്പോൾ എന്തായാലാണെങ്കിൽ ഇവിടെ ഒന്നും എന്തായാലും നമ്മുടെ വീട്ടിൽ ആരും ഇല്ല കേട്ടോ എന്തായാലും. അപ്പോൾ എന്തായാലും നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാട്ടോ എന്തായാലും. അമ്മയൊക്കെ എല്ലാം ദുബായിലാട്ടോ എന്തായാലും. ഞാൻ ദുബായിലെ വളഞ്ഞ എന്തായാലും ഇന്നോ ഇവിടെ ഒന്ന് മറ്റേ റിട്ടേഷനായി വന്ന. അപ്പോൾ എന്തായാലും ഇതാട്ടോ നമ്മുടെ മലമുകളിലെ ഫോട്ടോസുകൾ. അപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് ഇല്ല. നമുക്കാണെങ്കിൽ ഫുൾ ഡീറ്റെയിൽസൊക്കെ കണ്ടുപിടിക്കണം എന്തെങ്കിലും. അമ്മേ അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് എല്ലാം ചെയ്ത് നോക്കിയാട്ടോ എന്തായാലും. വേറെ പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല എനിക്ക് എന്തെങ്കിലും കിട്ടേണ്ടതായിരുന്നു. ഏതെങ്കിലും എല്ലാ CCTV ക്യാമറകളും നോക്കണം എനിക്ക് എന്തായാലും ഇവിടുന്ന് ഗായ്സ്. അപ്പം നമ്മളാട്ടോ ഫ്രാങ്ക്ലിൻ ഒന്നും വേണ്ട. അപ്പം എന്തായാലും ഉണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാട്ടോ എന്തായാലും. അപ്പോൾ എന്തായാലും എനിക്ക് നിങ്ങളൊന്ന് നോക്കാട്ടോ. നമ്മുടെ കത്രീന മാഡം ആണെങ്കിൽ എന്തായാലും എന്തോ ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ആണെങ്കിൽ ഒരു കിഡ്നാപ്പറും കണ്ട് ഇവിടെ നടന്നില്ലായിരുന്നോ? അതെ. അപ്പം എന്തായാലും ഞാനാണെങ്കിൽ എനിക്ക് എന്തായാലും എൻ്റെ കൂട്ടുകാരൻ സേവിയറിൻ്റെ അടുത്തേക്ക് പോകട്ടെ എന്തായാലും. വീട് നന്നായിട്ട് നോക്കണം കേട്ടോ. ശരി സാർ. ആരെങ്കിലും വന്നാൽ വിളിച്ച് പറയണം. ഓക്കെ സാർ. അപ്പോൾ എന്തായാലും എനിക്ക് അവനെ കണ്ടിട്ട് എന്തായാലും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ എന്തായാലും കത്രീന മാഡത്തിനെ അവനെ അറിയാവണം എന്തായാലും. അപ്പോൾ എന്തായാലും അവനാണെങ്കിൽ എനിക്ക് എന്തൊക്കെയാണെങ്കിൽ ഒരു കാര്യങ്ങൾ ചെയ്ത് തരുമെന്നാണ് തോന്നുന്നത്. അവനെല്ലായിടത്തും നോക്കാൻ പോകണമല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വണ്ടിയൊക്കെ നോക്കാം കേട്ടോ എന്തായാലും. യെസ് സാർ. അപ്പോൾ എന്തായാലും വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല ഗൈസ്. അപ്പോൾ എന്തായാലും വേറെ എന്തായാലും നമുക്കാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ് കേട്ടോ. നമ്മുടെ ഗ്യാങ്ങിലെ ഏറ്റവും വലിയ ആളാട്ടോ നമ്മുടെ സേവിയറും ഞാനും അവനും. അപ്പോൾ എന്തായാലും നമ്മുടെ കാറൊക്കെ എഴുതുന്നുണ്ട്. BMW എല്ലാവരും നോക്കണം കേട്ടോ. യെസ് സാർ. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ തന്നെ നിൽക്കണം. ഓക്കെ സാർ. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഉണ്ടല്ലോ വെറുതെ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങണം എന്തായാലും. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട് നന്നായിട്ട് നോക്കണം. ഓക്കെ സാർ. അപ്പോൾ എന്തായാലും നിങ്ങളവിടെ പോയിരുന്നോ. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. ഈ സ്റ്റെപ്പിലിരുന്നോ. അല്ലെങ്കിലേ ആരെങ്കിലും വന്നാൽ പണി കിട്ടൂലേ. അപ്പം നിങ്ങൾ ഇവിടെ തന്നെ നിന്നാൽ മതി. അപ്പം എന്തായാലും നമ്മുടെ കിഡ്നാപ്പറെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള തയ്യാറൊക്കെ എടുക്കണം.
അപ്പം എന്തായാലും അവൻ ഇത്ര നാളും കിടന്ന് നമ്മളെ കാണുകയില്ലേ. നമ്മുടെ കൂട്ടത്തിൽ ഒരാളെയും കൂടെ പിടിച്ചോണ്ട് പോയേക്കണേ. അപ്പം എന്തായാലും നമ്മുടെ ആളല്ലേ. അതെ അതെ. അപ്പം എന്തായാലും നമ്മുടെ കൂട്ടത്തിലുള്ള ആൾ മരിച്ചു പോയാൽ പിന്നെ പണി കിട്ടില്ലേ. അതെ അതെ അതെ. അപ്പോൾ എന്തായാലും നമുക്കാണെങ്കിൽ ഉണ്ടല്ലോ വണ്ടി കരുതി നടക്കണം കേട്ടോ എന്തായാലും. അപ്പോൾ എന്തായാലും അവന്മാരാണെങ്കിൽ അവിടെ ഇപ്പം കേട്ടോ എന്തായാലും നമ്മുടെ സേവിയറിൻ്റെ അടുത്തേക്ക് പോകട്ടെ എന്തായാലും. അപ്പോൾ എന്തായാലും എനിക്ക് അവൻ്റെ അടുത്തേക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് എന്തായാലും. അപ്പോൾ എന്തായാലും അവൻ്റെ വീടിൻ്റെ വഴി അങ്ങോട്ടേക്ക് ആട്ടെ എന്തായാലും. അപ്പോൾ എന്തായാലും നേരെ പോകട്ടെ എന്തായാലും. അപ്പോൾ എന്തായാലും അവനോടും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. നീ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനില്ലേ. ഇതാട്ടോ ഗൈസ് നമ്മുടെ DSP കത്രീന മാഡത്തിൻ്റെ വീട്. അപ്പോൾ എന്തായാലും ആണെങ്കിൽ ഇവിടെ ഒരു വീടാണെന്ന് പറയണം കേട്ടോ. ഇവളുടെ വീടൊന്ന് നോക്കിയാലോ. ഇവളുടെയൊക്കെ വീട് നോക്കിയിട്ട് കുറച്ച് കാലമായി. അപ്പോൾ എന്തായാലും നമ്മൾ നോക്കിയാണ് കേട്ടോ എന്തായാലും. ഇവിടെ അവൾ ഇല്ല കേട്ടോ എന്തായാലും. പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോകട്ടെ എന്തായാലും. ഞാൻ എന്തായാലും വീട് നോക്കാൻ വന്നാൽ അപ്പോൾ എന്തായാലും ഇവിടെ ആണെങ്കിൽ എഴുതി വെച്ചേക്കണം കണ്ടിട്ടോ എന്തായാലും. അവൾ മേടിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് ആ വീട് പോരാ മതി. അപ്പോൾ എന്താണെങ്കിൽ നമുക്കാണെങ്കിൽ നമ്മുടെ ഫ്രാങ്കിലിൻ്റെ അടുത്തേക്ക് പോകട്ടെ എന്തായാലും. അപ്പോൾ എന്തായാലും നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് ആദ്യം പോകാം എന്തായാലും. നമ്മുടെ DSP കത്രിയാമ്മയുടെ അവിടെ ഇപ്പം ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നോക്കട്ടെ എന്തായാലും. അപ്പോൾ എന്തായാലും അവരോട് ചോദിക്കണം എന്തായാലും. DSP കത്രിയാമ്മയുടെ ഉണ്ടോ ഇവിടെ? ഇല്ലല്ലോ. ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു മാഡത്തിനോട്. ഫ്രാങ്കിലിനല്ലേ? അതെ. ഫ്രാങ്കിലിൻ, നീ എന്തായാലും ആണെങ്കിൽ അവനോടൊന്ന് ചോദിച്ചു നോക്ക്. അപ്പോൾ എന്തായാലും വേറെ ETS ഒന്നും കിട്ടണം നമുക്കൊക്കെ. നമ്മളാണെങ്കിൽ എന്തായാലും വേറെ നിശബ്ദമായി നിൽക്കണം. ഫുൾ ക്യാമറകളെല്ലാം വെച്ചേക്കണേ. അവനെ ഇത്രയും നാളും കിടന്ന് നടക്കാൻ സാധ്യതയില്ല. അവൻ ആരാന്ന് അറിയാമോ മാഡത്തിന്? നമ്മളോട് മാർക്കും പകയില്ല കേട്ടോ എന്തായാലും. അപ്പോൾ എന്തായാലും മാഡം ഒരു മിനിറ്റ്. ഇവിടെ നിന്നാണെങ്കിൽ ഒരു ക്യാമറത്താണെങ്കിൽ ഒരു മുഖംമൂടി ഇട്ട ഒരാൾ ഉണ്ടായിരുന്നു. ആണോ? ശരിക്കും മറ്റേ മുഖം കാണാൻ പറ്റിയില്ല. അപ്പം എന്തായാലും എനിക്ക് ഒരു 2 പേരെ വിളിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങോട്ടേക്ക്. അപ്പം എന്തായാലും ഇവിടെ ആണെങ്കിൽ ഇയാളെ കൂടെ തട്ടിക്കൊണ്ട് പോയല്ലോ. മാഡം എന്നെ ഒന്ന് ഒഴിവാക്കി തന്നേരെ. എനിക്ക് പേടി വന്നത് നടക്കാൻ. ഇവിടെ പേടിക്കണ്ടോ, ഞാൻ നോക്കിക്കോളാം അല്ല. അപ്പം എന്തായാലും ഞാൻ മാഡത്തിൻ്റെ വീട്ടിലേക്ക് വന്നായിരുന്നു. മാഡം അവിടെ ഇല്ലായിരുന്നു. ആണോ? സോറി കേട്ടോ എന്തായാലും. അപ്പം എന്തായാലും അവനെ പിടിക്കാൻ വേണ്ടി കുറച്ച് തയ്യാറുകൾ എടുക്കണം. അപ്പം നീ സേവിയറിൻ്റെ അടുത്ത് നീ ഒന്ന് പറ. അപ്പം എന്തായാലും അവനാണെങ്കിൽ ഇവിടെ ഉള്ളത്. അവനിപ്പോൾ വീട്ടിൽ കാണുമായിരിക്കും. എനിക്കറിയില്ലായിരുന്നു എവിടെയാണ്. അപ്പം അതിനാണെങ്കിൽ നീ പോയി നോക്കെന്തായാലും. നോക്കാം മാഡം. അപ്പം അതിനാണെങ്കിൽ വേറെ പരിപാടിയൊന്നുമില്ല ഗൈസ്. നിങ്ങളെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ കമൻറ്റ് ചെയ്യാനുണ്ട് എന്തായാലും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് മറക്കില്ല. പാർട്ട് 2 ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.